തന്റെ കയ്യിൽ കാലചക്രം എവിടെ? രാജശേഖര, കാലചക്രത്തിനുള്ള അപൂർവ ശക്തി ഉപയോഗിച്ച് രൂപമാറ്റ വിദ്യയുടെ സഹായത്തോടെ അരൂപിയാകാനാകും തനിക്ക്. മറ്റാരുടെയും കണ്ണിൽ പെടാതിരിക്കണമെന്ന് കാലചക്രത്തോട് താൻ പ്രാർത്ഥിക്ക്. തന്റെ രൂപമില്ലാതായി അദൃശ്യനാകുന്നതാണ്. എനിക്ക് അരൂപിയായി തീരണം. ഉടനെ എന്നെ അദൃശ്യനാക്കി ആരുടെയും കണ്ണിൽ പെടാത്ത വിധം മറയ്ക്ക്. മാധവി, നീ പറഞ്ഞതുപോലെ ഞാനിപ്പോ അദൃശ്യനായിരിക്കുന്നു. ഇനി നന്ദിനിക്കെന്നല്ല, ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി ഒരു പ്രശ്നവും തനിക്ക് നന്ദിനി മൂലം ഉണ്ടാവില്ല രാജശേഖര. ഇന്ന് സൂര്യാസ്തമയം വരെ ഇതുപോലെ തന്നെ അരൂപിയായിട്ടിരിക്കണം താൻ. മറ്റൊരു വഴിയും മുമ്പിലില്ലാതാകുമ്പോൾ ആ നന്ദിനിക്ക് ആത്മഹത്യ ചെയ്യാന്നല്ലാതെ മറ്റു മാർഗം ഉണ്ടാവില്ല. മാധവി ഇവിടെ ഉള്ള സ്ഥിതിക്ക് രാജശേഖരനും ഇവിടെ ഉണ്ടാകാനാണ് സാധ്യത. എടാ രാജശേഖര, മാധവി നിന്നെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കണ്ട് ഭയന്ന് മറിഞ്ഞിരിക്കാതെ നീ എവിടെയാണെങ്കിലും പുറത്തേക്ക് വാ. രാജശേഖരന്റെ നിഴലിനെ പോലും നിനക്ക് കണ്ടുപിടിക്കാനാകില്ല നന്ദിനി. ഇതൊക്കെ നിന്റെ തന്ത്രങ്ങളാണെന്ന് എനിക്കറിയാം. നീ രാജശേഖരനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ വെറുതെ വിടില്ല. അവനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നീ വലിയ ശക്തിനാകുമല്ലേ നന്ദിനി, നീ തന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. കണ്ടുപിടിക്കും ഞാൻ. അവൻ ഈ ലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും ഇന്നത്തെ സൂര്യാസ്തമയം കാണില്ല. എടോ രാജശേഖര, നിനക്കിങ്ങനെ എത്ര നേരം ഒളിച്ചു കളിക്കാനാകും? നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാധവി, അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അവള് പറഞ്ഞത് തള്ളിക്കളയരുത്. നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കണം. തന്നെ തിരികെ സ്വരൂപത്തിലേക്ക് എത്തിക്കാൻ അവൾ എന്തു ചെയ്യാനും മടിച്ചെന്ന് വരില്ല. ഏതൊരവസ്ഥയിലും താൻ തന്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു വരരുത്. ശരി മാധവി. ഹലോ, ഞാൻ നന്ദിനിയെ സംസാരിക്കുന്നേ. ഒരുപാട് നന്ദിയുണ്ട് ഗംഗേ. നീ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? രാജശേഖരൻ ആനന്ദം ഹോട്ടൽ ഉണ്ടെന്നുള്ളത് നീ മൂലം അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞത്. അവന്റെ ജീവനില്ലാത്ത ശരീരം ഇപ്പോൾ ഇവിടെ അനാഥമായി കിടക്കുകയാണ്. അവനെ അവസാനമായി കാണണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ ഇവിടുന്ന്. നന്ദിനിയുടെ ഫോണായിരുന്നു. ആനന്ദം ഹോട്ടലിൽ വെച്ച് അവൾ അച്ഛനെ കൊന്നൂത്ര. അയ്യോ ഗംഗേ, നീ എന്താ ഈ പറയുന്നത്? അച്ഛനെ കൊന്നു കളഞ്ഞെന്നോ? ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടി അച്ഛൻ അവിടെ ഉണ്ടെന്ന് നുണ പറഞ്ഞേ. അവൾ അവിടെ പോയി അച്ഛനെ കാണാത്തോണ്ട് ഇപ്പൊ തിരിച്ച് എന്നോട് നാടകം കളിച്ച് അച്ഛൻ എവിടെ ശരിക്കും ഉള്ളതെന്ന് അറിയാൻ ശ്രമിക്കുക. അയ്യോ ഗംഗേ, അച്ഛൻ ഇപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്തേ ഉള്ളൂ. അച്ഛനും മാധവി ആനന്ദ ഹോട്ടലിൽ തന്നെ ഉള്ളത്. സത്യമാണോ ഈ പറയുന്നേ? ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്യട്ടെ. അയ്യോ, അയ്യോ, എന്താ പറഞ്ഞേട്ടാ? എന്താ പറ്റി? സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അയ്യോ, വാ ഹോട്ടലിൽ പോയി നോക്കാം.
അച്ഛന്റെ വാത്സല്യപുത്രനായ അരുൺ ഇപ്പൊ ഇവിടെ ഓടിയെത്തും. ഇനി രാജശേഖരൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം അരുണിനെ മുന്നിൽ നിർത്തി കളിക്കുന്നതാ. അല്ല മാധവി, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം ആ നന്ദിനി എങ്ങനെയാ മനസ്സിലാക്കിയത്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടും ആ നന്ദിനി എങ്ങനെ കണ്ടുപിടിച്ചെത്തിയെന്നാ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ഉണ്ടെന്ന് നന്ദിനി മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി അവൾ അവളുടെ ശബ്ദം നിറവേറ്റാൻ ഏതറ്റം വരേക്കും പോകാൻ തയ്യാറാവുന്നതാണ്. നമുക്ക് അവളെ തടയണം രാജശേഖര. എങ്ങനെയാ നമ്മളൊന്ന് രക്ഷപ്പെടുക എന്ന് പറയേ? ആ നന്ദിനി എന്തു ചെയ്തിട്ടാണെങ്കിലും തന്നെ പൂർവ്വരൂപത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അവൾ എങ്ങനെ പരീക്ഷിച്ചാലും അതെല്ലാം അവഗണിക്കുക. അതേ മാർഗമുള്ളൂ. ശരി, നീ പറയുന്നവരെ ഞാനിങ്ങനെ അദർശനായി തുടരാം. എന്റെ അച്ഛൻ എവിടെ? നീ പറഞ്ഞ പോലെ അച്ഛനെ കൊന്നുകളഞ്ഞോ? ഇല്ല, മുന്നിൽ വരാതെ പേടിച്ചെവിടെ മറന്നിരിക്കുകയാണ് നിന്റെ അച്ഛൻ. അതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നുണ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. നിന്റെ അച്ഛന് പകരം ഞാനിപ്പോ നിന്നെയാണ് കൊല്ലാൻ പോകുന്നത്. നന്ദിനി, നന്ദിനി അദ്ദേഹത്തെ കൊണ്ടുപോയല്ലോ. ഞാനിപ്പോ എങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക? ഉടനെ മാധവിയെ കണ്ട് ഈ കാര്യം അറിയിക്കണം. വാടോ പോവാം. നന്ദിനി നമ്മളെ കണ്ട സ്ഥിതിക്ക് ഇനിയും ഇവിടെ നിൽക്കണ്ട. നീ പറയുന്നത് ശരിയാ. മറ്റൊരിടത്തേക്ക് മാറാം. നമ്മളിവിടെ ഒട്ടും സേഫ് അല്ല. രാജശേഖരനോ മാധവി എന്ന പേരിൽ ഇവിടെ ആരെങ്കിലും റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മാഡം. എന്താ ഗംഗേ, എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്? ആ നന്ദിനി അച്ഛനെ കൊന്നു പറഞ്ഞ ഫോൺ ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിച്ചത്. ഇപ്പൊ അരുണേട്ടനെ കൊല്ലുമെന്നും പറഞ്ഞ് കൊണ്ടുപോയിരിക്കുക. എനിക്ക് പേടിയാവുന്ന മാധവി, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് വന്ന് എന്റെ അരുണേട്ടനെ രക്ഷിക്കും. നീ ഇങ്ങനെ പേടിക്കില്ലേ? നന്ദിനി അരുണിനെ എങ്ങോട്ടേക്കാ കൂട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ചതാ. വരൂ, ഞാൻ കാണിക്കാം. ഇതാ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ഇവിടെ ഇങ്ങോ അവളെ കാണുന്നില്ലല്ലോ. അയ്യോ ഗംഗേ, അയ്യോ ഗംഗേ, അയ്യോ വേണ്ട നന്ദിനി, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഗംഗേ, ഗംഗേ. നന്ദിനി, അരുണിനെ വിട്ടേക്ക്. അവന്റെ ജീവൻ വെച്ച് കളിക്കരുത്. വിടാനാ പറഞ്ഞേ. നന്ദിനി, അദ്ദേഹത്തെ വിട്ടേക്ക്. വേണ്ട നന്ദിനി, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. മാധവി, എന്നോടുള്ള ദേഷ്യത്തിന് ചിലപ്പോ അവൾ അവനെ കൊല്ലും. എന്റെ മോനെ രക്ഷിക്കും മാധവി. അയ്യോ വിട്ടേക്ക്. ഗംഗേ, ഗംഗേ, ഗംഗേ.
നന്ദിനി ഗംഗയ്ക്ക് വേണ്ടി കാലചക്രം പോലും വിട്ടുകൊടുത്തുകൊണ്ട് അവളെ രക്ഷിച്ചവളാ. ഗംഗ എന്ന് പറഞ്ഞ അവക്ക് ജീവനാടോ. ഗംഗയുടെ ഭർത്താവായതുകൊണ്ട് തന്നെ നന്ദിനി അരുണിനെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. എനിക്ക് പേടിയാവുന്നു മാധവി. അരുണിന് എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാൻ രാജശേഖര. അവൾ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും താൻ തന്റെ പൂർവ്വ രൂപം എടുത്ത് തിരിച്ചു വരരുത്. കൂടുതൽ സമയം താൻ ഇവിടെ നിന്നാ താൻ വിഷമിക്കും. താൻ പോവാൻ നോക്ക്, ഇവിടുന്ന് പോവാൻ. നന്ദിനി, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ അച്ഛനൊന്നും ചെയ്യരുത് നീ. ഗംഗേ, ഏയ് നന്ദിനി, നിന്റെ ദേഷ്യം അരുണിനോട് തീർക്കുവാണോ? നിന്റെ ശത്രു രാജശേഖരനാണ്. നിനക്ക് അയാളെ തേടി കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്റെ ദേഷ്യത്തില് അരുണിനെ കൊല്ലണമെന്ന് തീരുമാനിക്കരുത്. എന്റെ ലക്ഷ്യം ഒരിക്കലും അരുണല്ല, രാജശേഖരനാണ്. അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അവൻ പുറത്തു വന്നില്ലെങ്കിൽ അരുണിനെ ഞാൻ വകവരുത്തും. സ്വന്തം മകന്റെ ജീവനിൽ അവന് കൊതിയുണ്ടെങ്കിൽ അവൻ പുറത്തു വരട്ടെ. മാധവി, നിന്റെ മാന്ത്രിക ശക്തിയാൽ നീ അരുണിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ ഈ നിമിഷം ഞാൻ അവനെ കൊന്നുകളയും. ഗംഗേ, അരുണേട്ടന് അപകടം സംഭവിക്കുന്ന ഒന്നിനും തുണിയല്ലേ. നന്ദിനി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? എടാ രാജശേഖര, നീ എവിടെ ഒളിച്ചിരിക്കുക? നിന്റെ മകനെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ നീ എന്റെ മുന്നിലേക്ക് വാ. അച്ഛാ, എവിടെയാണെങ്കിലും പുറത്ത് വരരുത്. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, പുറത്തേക്ക് വരല്ലേ. രാജശേഖര, നന്ദിനിയുടെ ഭീഷണി കേട്ട് താൻ ഇങ്ങോട്ട് വരരുത്. ഇവളി ചെയ്യുന്നത് തന്നെ പുറത്തു കൊണ്ടുവരാനാണ്. രാജശേഖര, നിനക്ക് ഇത്ര അഹങ്കാരമോ? എന്നാ നീ കണ്ടോ? അതൊന്നും ചെയ്യല്ലേ. അച്ഛാ, അയ്യോ മോനെ അരുൺ. അച്ഛാ, അച്ഛാ, ഗംഗേ, ഒന്നുമില്ല. തന്നോട് 1000 വട്ടം പറഞ്ഞതല്ലേ ഞാൻ, എന്നിട്ടും ഇതിന്റെ സ്വരൂപം സ്വീകരിച്ചേ. തനിക്ക് എന്താണോ പറഞ്ഞാൽ മനസ്സിലാവത്തെ? അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ! നന്ദിനി, അയാളെ വിട്. നന്ദിനി, അച്ഛാ, അച്ഛാ, രാജശേഖര, അയ്യോ, വിടാനാ പറഞ്ഞത്. അയ്യോ, രാജശേഖര, അയാളെ ഒന്നും അച്ഛാ, ചെയ്യരുതെന്ന്. അയ്യോ, നന്ദിനി, വിട്. നന്ദിനി, വിട്. എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അച്ഛാ, അച്ഛാ. എടാ രാജശേഖര, നിന്റെ അന്ത്യം കുറിക്കാനുള്ള സ്ഥലം ഇതാണടാ. എന്താ നോക്കുന്നേ? നിന്റെ കൂട്ടാളികളെയെല്ലാം കാട്ടമ്മയുടെ സന്നിധിയിൽ വെച്ച് കൊന്ന ഞാൻ എന്താ നിന്നെ മാത്രം ഇവിടെ കൊണ്ടുവന്നതെന്ന് ആലോചിക്കണോ നീ? ഗായത്രി സംസ്കരിച്ചെടുത്ത് വെച്ച് തന്നെ നിന്നെ കൊന്നാൽ മാത്രമേ അവളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കൂ. അതാ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഗായത്രി മരിച്ചതിന് ഞാനല്ല കാരണക്കാരൻ, മാധവി അത് ചെയ്തത്. അവളാണ് നാഗനന്ദിനെ പോയി കണ്ടു കൂട്ടിക്കൊണ്ടുവന്നത്. അവളെ കൊല്ലാൻ ഞാൻ മാധവിയോട് പറഞ്ഞിട്ടില്ല. നീ എപ്പോഴാണ് നിന്റെ തെറ്റുകൾ സമ്മതിച്ചിട്ടുള്ളത്? ചെയ്ത തെറ്റോർത്ത് എപ്പോഴാണ് പശ്ചാത്താപിച്ചിട്ടുള്ളത്? നിന്നെ എന്റെ മുന്നിൽ ഇത്രയും നേരം നിർത്തിയത് തന്നെ അപരാധമാണ്. കാട്ടമ്മയോട് നിങ്ങൾ കാണിച്ച മഹാപാപത്തിന് നിന്റെ കൂട്ടാളികളെ എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കി. നീയും മാധവിയും മാത്രമാണ് അവശേഷിക്കുന്നത്. അതിലിപ്പോ നിന്നെയാണ് ആദ്യം കൊല്ലാൻ പോകുന്നത്. നിർത്ത് നന്ദിനി. ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ജീവൻ പോകുന്നതിൽ ഭയം ഉണ്ടാവൂ. എന്റെ കൂട്ടുകാരായ കുമാറിനെ, സ്വാമിയെ, കിച്ചുനെ നീ എന്ന് കൊന്നുവോ അന്ന് തീർന്നു പോയതാ ജീവിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം. രണ്ടും കൽപ്പിച്ച് നിൽക്കുക നന്ദിനി. ഞാനിവിടെ മരിക്കാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. എന്നാൽ
എന്നെ കൊല്ലാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യതയാ നന്ദിനി ഉള്ളത്? ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാലചക്രങ്ങൾ കാട്ടമ്മയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലേ എന്നെ നീ കൊല്ലാൻ നിൽക്കുന്നേ? ഇപ്പൊ അതേ സന്നിധിയിൽ നിന്ന് കാലചക്രം മായാശക്തി എടുത്തോണ്ട് പോയില്ലേ? അതെന്താ നിനക്ക് തടയാൻ പറ്റാത്തത്? എന്താ നീ അതിന് പ്രതികാരം ചെയ്യാത്ത? മായാശക്തി ആരാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ കയ്യിൽ നിന്ന് ആ ചക്രങ്ങൾ തിരിച്ചു പിടിക്കാൻ നിനക്ക് കേൾപ്പില്ലാത്തതുകൊണ്ടല്ലേ? എന്നിട്ട് നിനക്ക് എന്നെ കൊല്ലണം അല്ലേ? നന്ദിനി, ഒരു കാര്യം നിനക്ക് ഇപ്പോഴും അറിയില്ല. നിന്റെ കൈ കൊണ്ട് എന്റെ അന്ത്യം സംഭവിക്കണമെന്നാണ് വിധിയെങ്കില് എപ്പോഴേ സംഭവിച്ചേനെ. അപ്പോഴൊക്കെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെങ്കില് എനിക്ക് നീ വണങ്ങുന്ന ആ കാട്ടമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്ക്. നീ രക്ഷപ്പെട്ടത് ഒരിക്കലും കാട്ടമ്മയുടെ അനുഗ്രഹം കൊണ്ടല്ല. നീ കൈവശം വെച്ചിരുന്ന കാലചക്രങ്ങൾ തിരിച്ചു വാങ്ങാനായിരുന്നു ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. കാലചക്രങ്ങൾ ഇപ്പൊ നിന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ ഇനിയും നിന്നെ വെറുതെ വിടുന്നതിൽ അർത്ഥമില്ല. കുമാറും സ്വാമിയും കിച്ചുവും പോയ സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ പറഞ്ഞയക്കാം. കാട്ടമ്മയെ ദ്രോഹിച്ചാൽ നാശം സംഭവിക്കുന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കുന്നവരേക്കും നിന്നെ കൊണ്ട് രാജശേഖരനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വാ മാധവി, വാ. നീ വന്നത് എന്തുകൊണ്ട് നന്നായി. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശപഥം നിറവേറില്ലല്ലോ. നിന്നെ ഇങ്ങോട്ട് കാട്ടമ്മ തന്നെ എത്തിച്ചതാ. ഇനി ഞാൻ ഇവനെ കൊന്ന എന്റെ ശപഥം പൂർണ്ണമായും നിറവേറും.
നീ എന്ത് കരുതി നന്ദിനി? അത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ അങ്ങ് ജയിക്കാൻ അനുവദിക്കുമെന്നോ? ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നപ്പോ തന്നെ രാജശേഖരനെ നിനക്കൊന്നും ചെയ്യാനാവാത്ത രീതിയിൽ അയാൾക്ക് ഞാൻ മാന്ത്രിക വലയം തീർത്തിരുന്നു. നിന്റെ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. സൂര്യാസ്തമയമാകാൻ പോവുകയാണ്. ഇനി നീ എന്ത് ചെയ്യുന്നു കാണണം എനിക്ക്. കുറച്ചു മുമ്പ് നീ ചെയ്ത ശപഥം എങ്ങനെ സഫലീകരിക്കും എന്നാണ്.